നമസ്കാരം. ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് നടന്ന ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യങ്ങളെ ശക്തിപ്പെടുത്തുക എന്ന സെക്ഷനിൽ സംസാരിക്കവേ ഫലസ്തീനിലെ ഇസ്രായേൽ അധിനിവേശവും വർണ്ണവിവേചനവും അവസാനിപ്പിക്കണമെന്നും ഭരണകൂടം തുടരുന്ന ഗാസ മുനമ്പിലെ ഉടൻ വെടിനിർത്തൽ നടപ്പാക്കണമെന്നും പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. ഈ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 11 മാസത്തിലേറെയായി തന്നെ ഈ ഒരു വംശഹത്യ യുദ്ധം നടന്നു വരികയാണ്. ഇസ്രായേൽ അധിനിവേശവും ഫലസ്തീനിലെ വർണ്ണവിവേചനവും ഗാസയിൽ ഉടനടി വെടിനിർത്തലും അന്താരാഷ്ട്ര വികസനത്തിനും സമാധാനത്തിനും മുൻവ്യവസ്ഥകളാണ് എന്ന് അദ്ദേഹം തറപ്പിച്ചു പറയുന്നു. ഗാസയിൽ സാധാരണക്കാർ ക്രൂരമായി കൊല്ലപ്പെടുന്നുണ്ട്. അത് കണ്ടില്ല എന്ന് നടിക്കാനാകില്ല. അന്ധമായ ഭരണകൂട ഭീകരത കുട്ടികളുടെയും സ്ത്രീകളുടെയും രക്തം ചൊരിയുകയും വംശഹത്യയും കൊലപാതകവും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു ലോകത്ത് സമാധാനവും വികസനവും ഉറപ്പു നൽകാൻ ഒരു രേഖയും സഹായിക്കില്ല എന്നും പെസഷ്കിയാൻ തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. ഇസ്രായേലിന്റെ കുറ്റകൃത്യങ്ങൾക്ക് ഉത്തരവാദിയാകുന്നതുവരെ ഒരു UN സമ്മേളനവും ലോകത്ത് സമാധാനം കൊണ്ടുവരാൻ സഹായിക്കില്ലെന്ന് തന്നെ ചൂണ്ടിക്കാട്ടുകയാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നത്. എന്ന് ഇസ്രായേൽ ഇത് നിർത്തുന്നു, അന്ന് മാത്രമായിരിക്കും നമുക്ക് സമാധാനം ലഭിക്കുക. ഇതിപ്പോൾ വലിയൊരു യുദ്ധത്തിലേക്കാണ് നീങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ ഗാസയിൽ മരിച്ചു വീഴുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെയും സാധാരണ സ്ത്രീകളുടെയും ഒക്കെ കണക്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണിൽ അത് കണ്ണീരായി മാറും. അത്രമാത്രം വേദന തന്നെയാണ്. എത്രമാത്രം ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലും ശരിയായ കണക്കുകൾ പുറത്തുവിട്ട് കഴിഞ്ഞാൽ ഇസ്രായേലികൾ പോലും വേണ്ട എന്ന് പറയുന്നതാണ് എന്ന് പറയുന്നു. 1948 ഇസ്രായേൽ ഭരണകൂടം സ്ഥാപിച്ചത് ഫലസ്തീൻ തദ്ദേശവാസികൾക്കെതിരായ പാശ്ചാത്യ പിന്തുണയുള്ള യുദ്ധത്തെ തുടർന്നുള്ള വിശാലമായ ഫലസ്തീൻ പ്രദേശങ്ങൾ അധിനിവേശത്തിന്റെ കാരണമായി മാറുന്നു. 1967 മറ്റൊരു യുദ്ധം കിഴക്കൻ ജെറുസലേമിലും ഗാസ മുനമ്പിലും ഉൾപ്പെടെ വെസ്റ്റ് ബാങ്കിന്റെ അധിനിവേശത്തിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അറബ് രാജ്യങ്ങൾ വർണ്ണവിവേചന സമ്പ്രദായം ഇസ്രായേൽ നടപ്പിലാക്കുകയും ചെയ്തു. നിരവധി കുടിയേറ്റങ്ങൾ നിർമ്മിക്കുകയും ഫലസ്തീൻ രാഷ്ട്രത്തിന്മേൽ തന്നെ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തതും ഇതിന്റെ പിന്നാലെ നടന്ന കാര്യങ്ങളാണ്. ഭരണകൂടം 2005 ഗാസയിൽ നിന്ന് പിൻവാങ്ങിയെങ്കിലും അടുത്ത വർഷം മുതൽ പ്രദേശത്തിന്റെ സമഗ്രമായ കര, വായു, കടൽ ഉപരോധം തന്നെ തുടർന്നുകൊണ്ടിരുന്നു. കഴിഞ്ഞ ദശകങ്ങളിൽ ഇസ്രായേൽ ആക്രമണത്തിന്റെ ഒന്നിലധികം തരംഗങ്ങളാണ് ഗാസ ആഞ്ഞടിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ ഏറ്റവും പുതിയതായി വന്നതാണ് 2023 ഒക്ടോബറിൽ ആരംഭിച്ച ഈ പുതിയ യുദ്ധം എന്ന് പറയാം. അധിനിവേശ പ്രദേശങ്ങളിലെ ഇസ്രായേലി സ്ഥാനങ്ങൾക്കെതിരായ വിജയകരമായ ഹമാസ് ഓപ്പറേഷന് ശേഷമാണ് ഇത് സംഭവിച്ചത്. ഉപരോധിക്കപ്പെട്ടതും ദരിദ്രവുമായ സ്ട്രിപ്പിലെ ഭരണകൂടത്തിലെ ഏറ്റവും പുതിയ യുദ്ധം ഇതുവരെ 41,500 ഫലസ്തീനികളുടെ മരണത്തിന് കാരണമായി മാറി എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഇത് കുറഞ്ഞത് 1,80,000 ഉയരുമെന്നും പ്രതീക്ഷിക്കുന്നു. മണ്ണിനടിയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന സൈനിക ശക്തികളോട് പോരാടാൻ ഭരണകൂടത്തിന് കഴിയാത്തതിനാൽ ഇരകളിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. ആഗോളമായും പ്രാദേശികമായും ഒക്കെ സമാധാനം സ്ഥാപിക്കുന്നതിനെ കുറിച്ചുള്ള തന്റെ മറ്റു പരാമർശങ്ങളിൽ നശീകരണ ആയുധങ്ങൾ ഇല്ലാതാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ഇറാന്റെ നിലപാട് പെസഷ്കിയാൻ തന്നെ ആവർത്തിച്ചു. ഇറാൻ ശക്തവും ഐക്യവും സുരക്ഷിതവും സുസ്ഥിരവുമായ ഒരു മേഖല ആവശ്യപ്പെടുന്നു. അവിടെ പ്രാദേശിക രാജ്യങ്ങളുടെ വിഭവങ്ങൾ സാമ്പത്തികവും സാമൂഹികവുമായ വികസനത്തിന് പൊതുവായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സാക്ഷാത്കരിക്കുന്നതിനും സമന്വയത്തിനും ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞ പ്രധാന വാക്കുകളിൽ തന്നെ പറയുന്നത്. പ്രാദേശിക സ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ തന്നെ ഇറാന്റെ പങ്ക് എടുത്തു കാണിച്ച പ്രസിഡന്റ് തീവ്രവാദം ചെറുക്കുന്നതിനും ടെഹ്റാന്റെ സ്ഥിരമായ നേതൃത്വത്തിന് ഊന്നൽ നൽകി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറയുകയും അവിടെയുള്ള ജനങ്ങളെ അത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തതിൽ ഞങ്ങൾക്കെല്ലാവർക്കും നന്ദിയുണ്ട് എന്നാണ് പാവപ്പെട്ട ഫലസ്തീനുകൾ പോലും ഇതിൽ പ്രതികരിക്കുന്നത്. 2010കളിൽ തന്നെ ദായിഷ് ഭീകരെ പരാജയപ്പെടുത്തിയതിന്റെ ബഹുമതിയുള്ള അതിന്റെ ഏറ്റവും അംഗീകൃത സൈനിക വ്യക്തിയായ ലഫ്റ്റനന്റ് ജനറൽ ഖാസിം സുലൈമാനിയെ 2020 ബാഗ്ദാദിലുള്ള ഒരു യാത്രക്കിടെ US വധിച്ചിരുന്നു. ഇറാന്റെ മറ്റ് രാജ്യങ്ങളുടെയും മേൽ അമേരിക്കയും സഖ്യകക്ഷികളും ഏർപ്പെടുത്തിയ ഏകപക്ഷീയമായ ഉപരോധങ്ങളെ പ്രസിഡന്റ് തന്റെ പ്രസംഗത്തിൽ അപലപിച്ചു. അത്തരം ഉപരോധങ്ങൾ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും ഭാവിയിൽ ഏതെങ്കിലും അന്താരാഷ്ട്ര കരാറുകളിൽ അവർ നിർത്തലാക്കേണ്ടതിന്റെ ആവശ്യകതയും തടസ്സപ്പെടുത്തുന്നുവെന്ന് അദ്ദേഹം തറപ്പിച്ചു പറയുന്നുണ്ട്.